പക്ഷേ ഈ അമ്മ സംഘടനയിൽ നടക്കുന്നത് നമുക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതായത് ശ്വേതാ മേനോൻ ഒരു ദിവസം വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, ഞാൻ രാജിവെക്കുന്നു, എൻ്റെ ഭരണസമിതി ഒഴിയുന്നു, ഇനി ഇതിലൊന്നിലും ഇടപെടാൻ ഞാനില്ല എന്ന് പറഞ്ഞ് വലിയ മാസ് ഡയലോഗ് അടിച്ചു പോകുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ഇന്നലെ ആയിട്ട് വന്ന് പറയുന്നു, അമ്മ സംഘടന ആരൊക്കെ ഹാക്ക് ചെയ്യാൻ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നില്ല, ഞാൻ പുറത്തു പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇവർ രംഗത്ത് വരുന്നു. യഥാർത്ഥത്തിൽ എന്താ പക്ഷെ അവിടെ നടക്കുന്നത്? അമ്മയുടെ നേതാക്കൾക്ക് അച്ഛനില്ലാത്ത ഒരു സ്വഭാവമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ അച്ഛനില്ലായ്മ എന്ന് പറയുന്നത് മലയാളത്തിൽ അലങ്കാര പ്രയോഗമാണ് കേട്ടോ. അഭിപ്രായത്തിന് സ്ഥിരതയില്ല, വാക്ക് പാലിക്കാതിരിക്കുക, പറഞ്ഞത് മണിക്കൂറുകൾക്കകം മാറ്റി പറയുക, അങ്ങനെയുള്ള ആളുകളെയാണല്ലോ നമ്മൾ ഈ പിതൃശൂന്യൻ എന്നൊക്കെ പണ്ട് വലിയ വലിയ ആളുകളൊക്കെ വിളിച്ച പേരാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ വകയായിട്ട് ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ അമ്മയുടെ നേതാവാണ് ഇപ്പോഴത്തെ, നമ്മളൊക്കെ ഒരു വലിയ അഭിമാനത്തോടെ സന്തോഷത്തോടെ കണ്ടൊരു വാർത്തയല്ലേ ഇത്. അമ്മ വലിയ ക്രൈസിസ് നേരിടുന്നു. അമ്മ എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ താരസംഘടനയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്ര പ്രബലമായ ഒരു താരസംഘടന കണ്ടിട്ടില്ല. നല്ല സേവനങ്ങൾ ചെയ്തൊരു സംഘടനയാണ്, വലിയ ഷോകൾ നടത്തിയൊരു സംഘടനയാണ്. മുഴുവൻ ഈ ചെറിയ താരങ്ങൾ തൊട്ട്, ഒന്നോ രണ്ടോ രംഗത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന താരങ്ങൾ തൊട്ട്, വലിയ മിനി സ്ക്രീൻ താരങ്ങൾ തൊട്ട്, വലിയ ഏറ്റവും സൂപ്പർ സ്റ്റാറുകൾ വരെയുള്ള താരങ്ങൾ ഒരുമിച്ചൊരു വേദിയിൽ വന്നിരിക്കുക. അവർക്ക് എല്ലാവർക്കും ഒരേ മെമ്പർഷിപ്പ്. എന്നിട്ട് അവർ കൂടിയിരുന്ന് ജനറൽ ബോഡി കൂടുന്നു, അവർ സ്വയം സിനിമ നിർമ്മിക്കുന്നു, ഓർമ്മയില്ലേ? അതുപോലെ അവർ താര നിശകൾ സംഘടിപ്പിക്കുന്നു, എന്നിട്ട് സ്റ്റേജ് ഷോകൾ നടത്തുന്നു, ലോകം മുഴുവൻ അവരുടെ പരിപാടി നടക്കുന്നു, എന്നിട്ട് വലിയ ഫണ്ട് റേസ് ചെയ്യുന്നു, ആ ഫണ്ട് കൊണ്ട് വലിയ ആസ്ഥാനം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവശരായ കലാകാരന്മാരെ സഹായിക്കുന്നു, അവർ കൈനീട്ടം കൊടുക്കുന്നു. അതൊക്കെ മാതൃകാപരമായ പരിപാടികളായിട്ട് നമ്മൾ കണ്ടതാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ അമ്മയും അമ്മയിൽ അംഗങ്ങളായ പ്രധാനപ്പെട്ട താരങ്ങളും ഒക്കെ വലിയ വലിയ പ്രതിസന്ധിയും ആരോപണങ്ങളും നേരിടുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഈ സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിനകത്ത് നടക്കുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യം സ്ത്രീവിരുദ്ധതയാണ്. അതെല്ലാവർക്കും അറിയാമായിരുന്നു. എല്ലാ കുറ്റകൃത്യങ്ങളുടെയും ഒരു വിളനിലമായിട്ട് അത്. കാരണം ഇപ്പോൾ മദ്യം വളരെ ജനകീയമായ ആണ് അതിനകത്ത്. മദ്യപിക്കുക എന്നുള്ളത് സിനിമാ താരങ്ങളുടെ അവകാശമാണ്. രണ്ട്, നമ്മൾ അറിയാത്ത വിധത്തിലാണ് അതിനകത്തെ സ്ത്രീവിരുദ്ധത. എന്നുവെച്ചാൽ സ്ത്രീകളായ താരങ്ങൾക്ക് അറിയാലോ, ഈ കാസ്റ്റിംഗ് കോച്ചൊക്കെ വന്നത് അങ്ങനെയുള്ള, അതായത് കൂടെ കിടക്കുക എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി എല്ലാവർക്കും, ഇപ്പോൾ അതിന്റെ നടത്തിപ്പുകാർക്ക്, നിർമ്മാതാക്കൾക്ക്, ഡയറക്ടർക്ക്, സൂപ്പർ സ്റ്റാറിന്, പ്രൊഡക്ഷൻ അസിസ്റ്റന്റുമാർക്ക് വരെ കൂടെ കിടന്ന് കൊടുത്തു വേണം കഴിവുള്ള ഒരു കലാകാരി സിനിമാ നടിയാവാൻ എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥ എന്തുമാത്രം. അപ്പൊ അത് വലിയ വലിയ താരങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അത്രേ. ഇപ്പൊ പിന്നീട് കഷ്ടപ്പെട്ട് വന്ന പലരും, പാർവതി തെരുവോത്തിനെ പോലുള്ളവർ പോലും, ഞാൻ പോലും അനുഭവിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് പോലും പറയേണ്ടി വരികയാണ്. അപ്പോൾ പലരും പിന്നെ അനുഭവിച്ചത് മിണ്ടാതിരിക്കുന്നു. ഒരു കാലത്ത് എല്ലാവരും സഹിക്കുകയായിരുന്നു, ഇതിന്റെ പാർട്ടാണ്. വലിയ പഴയ കാലത്ത് നടന്മാരും നടിമാരും ഒക്കെ ഉണ്ടായിരുന്നു അത്രേ. പക്ഷെ ഇപ്പോൾ അത് വലിയ ഇഷ്യൂ ആയി, വിവാദങ്ങളായി തീരുന്നു. ഈ വിമൻസ് കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളുടെ, വളരെ ബോൾഡായ സ്ത്രീകളുടെ ഒരു വേദി ഉണ്ടാകുന്നു. അവരുടെ പരാതികൾ വരുന്നു. ഹേമ കമ്മീഷൻ എന്ന പേര് സർക്കാർ ഒരു കമ്മീഷനെ വെക്കുന്നു. ആ കമ്മീഷന് മുമ്പിൽ ഒരുപാട് പേര് മൊഴി കൊടുക്കുന്നു. ഈ മൊഴി കൊടുത്തതിന് ശേഷം ഉണ്ടാകുന്ന വിപത്താണ് രണ്ടാമത്തേത്. ഇതൊക്കെ എവിടുന്നാണ് വരുന്നത്? മൊഴി കൊടുത്തതിന് ശേഷമുള്ള വിപത്ത് എന്താണെന്ന് വെച്ചാൽ, മൊഴി കൊടുത്തവരുടെ പേരിൽ കേസെടുക്കാൻ ഹേമ കമ്മീഷൻ ചെല്ലുമ്പോൾ ആരും തയ്യാറല്ല, പലരും തയ്യാറല്ല. തലയിൽ മുണ്ടിട്ട് രക്ഷപ്പെട്ടു. അതിനിടയിലുണ്ടായ സംഭവമാണ് ഈ അതിജീവിതയുടെ കേസ്. വിഖ്യാതയായ ഒരു നടിയെ റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കുക, ഒരു സൂപ്പർ സ്റ്റാർ ആയ ഒരു നടൻ റേപ്പ് ചെയ്യുക, വണ്ടിയിലിട്ട് നഗരമധ്യത്തിലിട്ട് റേപ്പ് ചെയ്തിട്ട് അത് വീഡിയോയിൽ പകർത്തിയിട്ട് ഇയാൾക്കോ ഇയാളുടെ ഏതോ കേന്ദ്രങ്ങളിൽ മാഡം എന്ന് വിളിക്കുന്ന ഒരു കക്ഷിക്ക് കൊണ്ടു കൊടുക്കണം അത്ര. ഇതൊക്കെയുള്ള കേസ്. ആ കേസിൽ നിന്ന് ദീർഘമായ ആ കേസ് വലിയ വിവാദം ഉണ്ടാക്കുന്നു. ദിലീപ് എന്ന നടനെ പുറത്താക്കണമെന്നും പുറത്താക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അമ്മയിൽ ഡിവൈഡ് ഉണ്ടാവുന്നു. രണ്ട് പക്ഷത്തും ആളുകൾ ഉണ്ടാവുന്നു. പിന്നെ ഇതിനകത്ത് സൂപ്പർ സ്റ്റാറുകൾ വളരെ തന്ത്രപൂർവ്വം മൗനം പാലിക്കുന്നു. ബഡാ സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടല്ലോ, ബിഗ് ബോസ്, ഇവരും മിണ്ടാതിരിക്കുക. മോഹൻലാൽ പക്ഷം ചേർന്നോ? ദിലീപിന്റെ പക്ഷത്താണോ? അല്ല. എതിരാണോ? അല്ല. മമ്മൂട്ടി എവിടെ? എതിരാണോ? അനുകൂലാണോ? സുരേഷ് ഗോപി എവിടെ? എതിരാണോ? അനുകൂലം? ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു കളി. അപ്പോൾ ഇതിനിടയിലാണ് ഈ കേസിൽ സമർത്ഥമായി തടിയൂരി പോകുന്നു, തലയൂരി ദിലീപ് രക്ഷപ്പെട്ടു പോകുന്നു. പക്ഷേ ദിലീപിന് പിന്നെ പണിഷ്മെൻറ്റ് കൊടുത്തു. ആര്? ജനം പണിഷ്മെൻറ്റ് കൊടുത്തു. ആ സംഭവത്തിന് ശേഷം, വാർത്ത പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം
8ാം പ്രതിയോ മറ്റോ അല്ലേ, 8ാമത്തെ പ്രതി. ആവട്ടെ. പക്ഷേ ദിലീപിന്റെ ഒരു സിനിമയും പിന്നെ പച്ച പിടിച്ചിട്ടില്ല. ഉം. ജനം നല്ല പണിഷ്മെന്റ് കൊടുത്തു. പക്ഷെ ദിലീപിന്റെ പ്രേതം അപ്പോൾ ഈ അമ്മയില് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അമ്മ പുതിയ ഒരു കമ്മിറ്റി വരുന്നത്. അമ്മയിലൊരു പുതിയ വിപ്ലവം നടന്നു. അതെന്താ, ഇനി ആണുങ്ങൾ ഭരിക്കേണ്ട. അപ്പൊ നോക്കുമ്പോൾ ഇവരുടെയൊക്കെ നിഴലാണ് ഒന്നുകിൽ ഈ മിണ്ടാപ്രാണികളായ മഹാമൗനികളായ ബിഗ് ബോസുകളുടെ, അല്ലെങ്കിൽ കുറ്റവാളികളായ 2ാം നിരക്കാരെ. ആരൊക്കെയാണ് ഈ സ്ത്രീപീഡന കേസിൽ പ്രതിസ്ഥാനത്ത് വന്നത്? നടൻ സിദ്ദിഖ് വന്നു അല്ലേ, ഇടവേള ബാബു വന്നു, ആരുടെയൊക്കെയോ പേരിൽ കേസ് വന്നല്ലോ അല്ലേ, ഒരുപാട് ബാലേന്ദ്ര മേനോൻ ഉൾപ്പെടെ ഒരുപാട് പേരുടെ പേരിൽ വന്നു. അപ്പോഴാണ് ഒരു വിപ്ലവം നടക്കുന്നത്. ഇനി അമ്മയുടെ ഭാരവാഹികൾ ഒരു ജനറൽ ബോഡി നടന്നപ്പോൾ മുഴുവനായിട്ട് ഏറെക്കുറെ ഇനി പെണ്ണുങ്ങൾ നയിക്കട്ടെ. നമ്മളൊക്കെ എത്ര ആവേശത്തോടെ കൈയടിച്ചതാണ്. അങ്ങനെയാണ് ശ്വേതാ മേനോൻ താരതമ്യേന ബോൾഡായി നല്ല നല്ല കഴിവ് തെളിയിച്ച ഒരു നടി എന്ന നിലയിൽ ശ്വേതാ മേനോൻ പ്രസിഡന്റായിട്ട് വന്നു. കുക്കു പരമേശ്വരൻ സെക്രട്ടറി അല്ലേ, ട്രഷറർ മാത്രമാണ് ബാബുരാജോ അല്ലേ, ഉണ്ണി ശിവപാൽ. എന്തായാലും ആദ്യത്തെ പ്രധാനപ്പെട്ട 2 പോസ്റ്റ് സ്ത്രീകൾ വന്നു. നമ്മൾ സന്തോഷിച്ചു. പക്ഷെ ആ കാലമാണ് ഏറ്റവും മോശം കാലം. ഒന്നും നടക്കാതായി. ഇവർ തമ്മിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളെ ആലോചിച്ച് നോക്കൂ. വലിയ കാര്യങ്ങളിൽ നിന്ന് അമ്മയുടെ അജണ്ട എന്തായി? ശ്വേതാ മേനോനെ അങ്ങോട്ട് നോക്കിയെന്ന് കുക്കു പരമേശ്വരൻ ഇങ്ങോട്ട് നോക്കിയെന്ന് അൻസിബ ജോയിന്റ് സെക്രട്ടറി. അല്ല, ഇന്നലെ ഏതോ ഒരു നടി ഒരു ഇന്റർവ്യൂ ചാനലിരുന്ന് പറയുന്ന പക്ഷേ കറണ്ട് ബില്ല് കൂടിയത് എന്ത്? അമ്മ ഓഫീസിൽ കറണ്ട് ബില്ല് കൂടിയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ സോളാർ അവിടെ ഉണ്ട്. പിന്നെ ഇത്രയും വലിയ കറണ്ട് ബില്ല് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ സോളാറിന്റെ സ്വിച്ച് എവിടെയാണെന്ന് ഞങ്ങൾ മറന്നുപോയെന്ന്. കൊള്ളാം. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ത്രീ വിമോചനമൊക്കെ പറയുമ്പോഴുള്ള ഒരു സെറ്റ് ബാക്ക്, അതിന്റെ ഒരു തിരിച്ചടിയാണ് ഞാൻ പറയുന്നത്. അമ്മയിലെ വനിതാ നേതാക്കളുടെ പെർഫോമൻസ് ഈ വട്ടപൂജ്യമായി. പണ്ട് പഴമൊഴി പറയല്ല, പക്ഷെ 10 തല ചേരും. അതാ ബാക്കി പറയണ്ട. അപ്പോ അത് പക്ഷെ ഒരു പഴമൊഴി മാത്രമാണ്. എത്രയൊക്കെ പൊങ്ങി പറഞ്ഞാലും പെണ്ണാണെന്ന് ഇവരെ പോലുള്ളവര് അങ്ങ് അത് അവരെ പോലുള്ളവർ ഇത്തരം പഴമൊഴികൾ ശരിവെക്കുകയാണ്. ആവാൻ പാടുണ്ടോ? ഇല്ല, അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളിപ്പോ എന്റെ വീട്ടില് 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയും, 2 പേര് ഞാനത് കൃത്യമായിട്ട് കാണുന്നു. എനിക്ക് ഞാൻ മോനോട് പറയാറുണ്ട്, ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ, ഏറ്റവും എബിലിറ്റിയോട് കൂടി ചെയ്യാൻ. മക്കൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാ മക്കൾക്കും ഒരേ ഫ്രീഡം കൊടുക്കണം. നീ വളർത്തി നോക്കൂ, നിനക്ക് ഒന്നല്ലേ ഉള്ളൂ, അതിന് അതിന് സ്കോപ്പില്ല. ഞങ്ങൾക്കൊക്കെ അതിന് സ്കോപ്പ് ഉണ്ട് വേണമെങ്കിൽ. അപ്പോൾ നമുക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും 2 പേർക്കും 2 കൂട്ടർക്കും തുല്യ സ്നേഹം, തുല്യ അവസരങ്ങൾ, തുല്യ സ്വാതന്ത്ര്യം, തുല്യ വിദ്യാഭ്യാസം ഒക്കെ കൊടുത്ത് കയറൂരി വിട്ടു നോക്കൂ. ഞാൻ ഉറപ്പ് പറയുന്നു, ഇതില്ലാതെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീട്ടില് പിന്നെ എൻ്റെ അമ്മ ഒരു ടീച്ചറാണ്, റിട്ടയർഡായ VRS എടുത്ത് റിട്ടയർഡ് ആയിട്ടുള്ളത്. പക്ഷെ എൻ്റെ അമ്മ വളരെ മലയാള അധ്യാപികയായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടുകളിൽ പഠിച്ച് ഒക്കെ വന്ന ഒരാളാണ്. പക്ഷെ എൻ്റെ അമ്മ ഇപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ, ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് താലിയാണ്. ആ താലി ഇല്ലെങ്കിൽ പെണ്ണില്ല. എൻ്റെ അമ്മ ഓരോ സെക്കൻഡ് നമ്മുടെ ചെവിയിൽ ഓതി തരുന്നതാണ്. ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ താലിയാണ്. ആ താലി ഇല്ലെങ്കിൽ പെണ്ണിന് ഒരിടത്തും വിലയില്ല. അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ചെയ്താലും കേട്ടങ്ങ് കിടന്നോളണം. തീരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ അടുത്ത് പറ, ഞാൻ വന്ന് സംസാരിച്ചത് സോൾവ് ആക്കാം. ആ താലി ഇല്ലത്തിനപ്പുറം ഒന്നുമില്ല. ആ താലിയാണ് പലർക്ക് മരണക്കയറാകുന്നത് എന്ന് ഇവരൊക്കെ എന്ന് തിരിച്ചറിയുന്നതെന്നറിയില്ല. ആ സമീപനം മാറാത്ത കാലത്തോളം സ്ത്രീകൾക്ക് രക്ഷയില്ല. ഇപ്പോ അത് ഏറ്റവും ഒടുവിൽ അമ്മയുടെ കേസിലാണ് തെളിഞ്ഞത്. ഇവർക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇവർ തർക്കിക്കുന്നത്. അമ്മ തന്നെ ഉണ്ടാക്കി വെച്ച വലിയ ട്രാക്കറാണ്. ഞാൻ പറയുന്നത് അതിനകത്തെ കുറ്റവാളികളെ നിങ്ങൾ മാറ്റി നിർത്ത്. സ്ത്രീവിരുദ്ധരായ പുരുഷന്മാരുണ്ടെങ്കിൽ മാറ്റി നിർത്ത്. ടിനി ടോമിനെ പോലുള്ളവർ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അവനെ കേസെടുക്ക്, ഒക്കെ ചെയ്തോ. പക്ഷേ അമ്മ ചെയ്ത മഹത്തായ കാര്യങ്ങൾ അവർ ചെയ്യണ്ടേ? ഒന്നും ചെയ്തില്ല. ഇപ്പൊ ചെയ്ത അവസാനത്തെ പരിപാടി എന്താ? ഞാൻ രാജിവെച്ചിരിക്കുന്നു. ജനറൽ ബോഡിയിൽ വിമർശനം. എന്താ വിമർശനം? ജനറൽ ബോഡി ഒരു കണക്ക് അവതരിപ്പിച്ചു. ആ കണക്ക് ശരിയല്ല എന്ന് ജനറൽ ബോഡി പറഞ്ഞു. ആ കണക്ക് തള്ളിക്കളയണം, എന്നിട്ട് ശരിയായ കണക്ക് അവതരിപ്പിക്കാനും ഡേറ്റ് വെക്കണം. അതാ ചെയ്യേണ്ടത്. അതിന് പകരം ഞങ്ങളെ കുറ്റം പറഞ്ഞു, ഞങ്ങളെ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞിട്ട് രാജിവെച്ചു പോയി. ഞങ്ങൾ രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ, സത്യത്തിൽ അത് എഴുതി കൊടുക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കാൻ പാടില്ല, എന്നിട്ട് പ്രഖ്യാപിച്ചു പോയി. പ്രഖ്യാപിച്ചപ്പോൾ എന്താ ചെയ്യുക? ഞങ്ങൾ ഒന്നടങ്കം രാജിവെച്ചാൽ, മുഖ്യമന്ത്രി മന്ത്രിസഭ ഒരുമിച്ച് രാജിവെച്ചാൽ പിന്നെ ആളുണ്ടാവുമോ? അപ്പൊ എന്താ ചെയ്യുക? പിന്നുള്ളൊരു സംവിധാനമാണ് അന്ന് ജനറൽ ബോഡി ആലോചിച്ചത്. നമ്മുടെ പിഷാരടി കൺവീനർ ആയിട്ടൊരു അഡ്ഹോക് കമ്മിറ്റിയെ വെച്ചു. ഗണേഷുണ്ട്. അപ്പോൾ ഒരു അഡ്ഹോക് കമ്മിറ്റിയെ വെക്കുക. എന്താണ്? പരമാവധി 4 മാസത്തിനുള്ളിൽ നിങ്ങൾ എല്ലാവരോടും കൂടി ആലോചിച്ച്
ഒരു കൊള്ളാവുന്ന ഒരു കമ്മിറ്റിയെ ഉണ്ടാക്കണം. അതൊക്കെ തീരുമാനിച്ച് ഇവരതിൻ്റെ പണി തുടങ്ങി. അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിപ്പിക്കണം, അതിൻ്റെ ഉപകാരം കിട്ടുന്ന കുറേ മനുഷ്യരുണ്ട്, അവരുടെ കണ്ണീരൊപ്പണം എന്നൊക്കെ വിചാരിച്ച് രംഗത്തിറങ്ങുമ്പോൾ ഇതാ വരുന്നു ശ്വേതാ മേനോൻ വീണ്ടും. ഞാൻ രാജിവെച്ചിട്ടില്ല. ആരാ അഡ്ഹോക് കമ്മിറ്റി? അഡ്ഹോക് കമ്മിറ്റി എന്ന് പറയുന്ന ഒന്ന് ബൈലോയിലുണ്ടോ? എൻ്റെ പൊന്നു ശ്വേതാ മേനോനെ, നിങ്ങൾ ദയവായിട്ട് പറയേണ്ടത് അമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് മലയാളത്തിൽ ജീവിച്ച് കാണിച്ചിട്ടുണ്ടല്ലോ, അത് ചെയ്ത കുറേ നല്ല സേവനങ്ങളുണ്ടല്ലോ, അത് നടപ്പാക്കാൻ നിങ്ങൾ എന്ത് ബദൽ പദ്ധതി ഉണ്ടാക്കിയത്? നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ രാജിവെച്ച് ഇട്ടെറിഞ്ഞു പോയാൽ അമ്മ എന്ന് പറയുന്ന സ്ഥാപനത്തിന് മുമ്പിൽ വ്യക്തികൾ ആരാണ്? എന്നെ കുറ്റം പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ? എന്റെ കണക്ക് ശരിയല്ല. ഏത് ഒരു സംഘടനയാണോ പ്രസ്ഥാനമാണോ വിമർശനങ്ങൾ? കുടുംബശ്രീയിലൊക്കെ അതാണ്, അതായത് അധ്വാനിച്ച് കണക്ക് വെച്ച് ജീവിച്ച ശീലമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചെയ്യുന്ന ഇതിന്റെ പേര് ഞാൻ പറയുന്നില്ല, അച്ഛനില്ലായ്മയാണ്. അത് ശരിയല്ലല്ലോ. രാജിവെച്ച് പോയി, എന്നിട്ട് ഇപ്പൊ പറഞ്ഞു ഞാൻ രാജിവെച്ചിട്ടില്ല. ഇതൊക്കെ വിഷ്വൽ മീഡിയയിൽ ഇങ്ങനെ കാണുകയല്ലേ. ശ്വേതാ മേനോൻ ഉള്ള വില കളഞ്ഞു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഗണേഷ് കുമാറും പിഷാരടിയും ഒക്കെയാണ് ഇപ്പൊ ശരിയാണ്. അവരിറങ്ങിയേ പറ്റുള്ളൂ. അവരെങ്കിലും രംഗത്തിറങ്ങിയിട്ട് ബാക്കി അവരോടുള്ള എല്ലാം ഇപ്പൊ എല്ലാ വിയോജിപ്പും മറക്കാം, രാഷ്ട്രീയമൊക്കെ മറക്കാം. അമ്മയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള അവരുടെ ശ്രമത്തിന് കേരളം എല്ലാം. ഗണേഷ് കുമാർ ആ പദവിയിലേക്ക് വന്നാൽ അമ്മ രക്ഷപ്പെടും. തീർച്ചയായിട്ടും. അദ്ദേഹം പവർഫുൾ ആണ്, നല്ല റൂളറല്ലേ, നല്ല ഭരണാധികാരിയല്ലേ. ആര് ചെയ്താലും അമ്മയെ രക്ഷപ്പെടുത്താനുള്ള നീക്കം ഇവരോടുണ്ടല്ലോ. ഈ തമ്മിൽ കണ്ടുകൂടാത്ത കുശുമ്പും കുന്നായ്മയുമായിട്ട് അമ്മയുടെ തലപ്പത്ത് കയറിയിരുന്നവരോടുണ്ട്. മേലാൽ ഈ വഴിക്ക് കണ്ടുപോകരുതെന്ന് പറയണം. അടങ്ങി. സാധാരണ സ്ത്രീകളോട് അങ്ങനെ പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് പറയണം. പിന്നെ പറയണ്ടേ? ഒരു സ്ഥാപനം നശിപ്പിക്കാൻ, കുടുംബം നശിപ്പിക്കാൻ ഇറങ്ങിയത് പെണ്ണുങ്ങളാണ് എന്നതുകൊണ്ട് വിമർശിക്കാൻ പാടില്ല എന്നുണ്ടോ? അവരെ അടക്കി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം അമ്മ. തീർച്ചയായിട്ടും.